ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ രാമേശ്വരത്തെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കണ്ട് ഇന്ന് മധുരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ വണ്ടി കാര്യങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വന്നപ്പോഴത്തേക്കും ഗസ്റ്റ് കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഏകദേശം 10-25 ഗസ്റ്റാണ് നമ്മുടെ വണ്ടിയിലുള്ളത്. അവരുടെ ലഗേജുകൾ കാര്യങ്ങളെല്ലാം കയറ്റി നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നമ്മളങ്ങ് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് നല്ല മഴത്തുള്ളികൾ അടിച്ചിറങ്ങുന്നുണ്ട്. എന്നാലും നമ്മളതൊന്ന് കാര്യമാക്കാണ്ട് നമ്മൾ വണ്ടിയെടുത്ത് മധുരയ്ക്കുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ രാമേശ്വരം ടൗൺ ഫുള്ളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ എന്ന് വെച്ചാൽ അത്രമാത്രം നല്ല മഴയായിരുന്നു. എന്തായാലും പാമ്പൻ ബ്രിഡ്ജിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആ മഴയൊക്കെ അങ്ങ് മാറി. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി സൈഡിൽ ഒതുക്കി ഗസ്റ്റിന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് സമയം കൊടുത്തു. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ പോലീസ് ഏമാന്മാർ വന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ വീണ്ടും മധുരയ്ക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ ഈ കാണുന്ന പമ്പൻ ബ്രിഡ്ജ് ഏകദേശം 2 കിലോമീറ്ററും 400 മീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പമ്പൻ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല സൈഡ് വ്യൂ എല്ലാം നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മധുര ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗസ്റ്റ് ഏകദേശം മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 100-150 കിലോമീറ്റർ ഏകദേശം യാത്ര ചെയ്തു. അപ്പോൾ അവർ കുറേ സോങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടേതായ എൻജോയ്മെൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകും തോറും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇന്ധനം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി നിർത്തിയ ടൈമിൽ തന്നെ ഗസ്റ്റിന് ഫ്രഷപ്പ് ആകാനായിട്ട് വാഷ്റൂം കാര്യങ്ങളെല്ലാ സൗകര്യവും പമ്പിൽ അവൈലബിൾ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ വണ്ടിയിൽ ഒരു കുഞ്ഞ് കാന്താരി കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല സോങ്സ്, കുറേ ചെറിയ കഥകൾ കാര്യങ്ങൾ പാട്ടുകളെല്ലാം ആയിട്ട് എല്ലാവർക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് കൊടുത്തുകൊണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. മധുരയിൽ വരുന്ന കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ടെമ്പിൾ സിറ്റി എന്ന് പറയുന്നത്. എന്തായാലും ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീണ്ടും മധുര ടൗൺ എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇപ്പം മധുര ടൗൺ എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടെമ്പിൾ സിറ്റി എന്നാണ് കേട്ടോ മധുര അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് അമ്പലങ്ങളുള്ള ഒരു ഏരിയയാണ് മധുര ടൗണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഹോട്ടൽ ഏകദേശം എത്തിച്ചേരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടലിൽ എത്തിച്ചേർന്നുണ്ട്. നമ്മൾ ഗസ്റ്റിൻ്റെ ലഗേജ് കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റിമാരെ ഏൽപ്പിച്ചു. ഇനി നമ്മൾ കൊണ്ട് വണ്ടി ഒന്ന് ഒതുക്കാൻ പോകുന്നതാണ്. ഇത്രയും ലോങ് ജേണി യാത്ര ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാവൽ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. പെപ്പർ കേരള ഹോളിഡേയ്സിൻ്റെ യാത്രകൾ ഇനിയും വീണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.